വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് 2 ഇഫ്താർ റെസിപ്പീസും കൊണ്ടാണ്, 2 വെറൈറ്റി കബാബ് റെസിപ്പീസും കൊണ്ടാണ്. എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല ഈസിയാണ്. പിന്നെ നിങ്ങൾക്കൊരു സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ 2 കബാബും കൂടി ഒരുമിച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ ചിക്കൻ്റെ ഫില്ല് 1 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് ഇറച്ചി പീസാണ് വേണ്ടത്. ഇനി വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കബാബൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ വെള്ളം പാടില്ല. അത്യാവശ്യം വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കൻ നമ്മൾ വേവിക്കാണ്ടാണ് ബ്ലെൻഡറിൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ കറക്കിയെടുക്കുന്നത്. അതായത് വല്ലാണ്ട് പേസ്റ്റ് ആക്കണ്ട, ഒന്നുകൊണ്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമ്മൾ 2 വെറൈറ്റി കബാബ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചെടുത്തിട്ട് വേറൊരു ബൗളിൽ മാറ്റി വയ്ക്കുന്നുണ്ട് അടുത്ത റെസിപ്പിയിലോട്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിപ്പം 1/2 കിലോ ചിക്കൻ്റെ ഫില്ലുണ്ട് ക്രഷ് ചെയ്തത്. അതിലോട്ട് 2 സവോള, പച്ചമുളക് 3 എണ്ണം, പിന്നെ ഇഞ്ചി ചെറിയൊരു കഷ്ണം, വെളുത്തുള്ളി 2 എണ്ണമൊക്കെ മതി കേട്ടോ. പിന്നെ ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. ക്യാപ്സിക്കം ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം. ഇതെല്ലാം കൂടി ഒന്നാണ്ട് ക്രഷ് ചെയ്തെടുക്കാം ബ്ലെൻഡർ ജാറിലിട്ടിട്ട് കേട്ടോ. എന്നിട്ട് അത് അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കരുത്. അത് ഒന്ന് അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വേണം നമ്മൾ ചേർക്കാൻ. വെള്ളത്തോടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ ഒത്തിരി വെള്ളമാവും. അപ്പം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് കുറച്ച് മാത്രം ചേർത്താൽ മതി, ഒരുപാട് ഉപ്പ് ചേർക്കരുത് കബാബിൽ. പിന്നെ 3 വെറൈറ്റി ക്യാപ്സിക്കം ചോപ്പ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു മിക്സിലോട്ട് നമ്മൾ ഇനി വേറെ ഒന്നും ചേർക്കാനില്ല. കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർക്കുന്നുണ്ട്, ചെറിയൊരു പുളിക്കായിട്ട്. പിന്നെ നമ്മളിതിലോട്ട് മുട്ടയോ അതുപോലെ ബ്രെഡ് ക്രംസോ ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ മതി. ശ്രദ്ധിക്കേണ്ട കാര്യം, വെള്ളം ഒട്ടും പാടില്ല ചിക്കനിലാണെങ്കിലും ആ ഒരു ബ്ലെൻഡ് ചെയ്തിട്ടുള്ള പേസ്റ്റിലാണെങ്കിലും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പം തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റില്ല. അത് ഒരു എണ്ണ തടവിയ ഒരു പ്ലേറ്റിലോട്ട് ഇതുപോലെ മാറ്റിയിട്ട് ഒന്നിങ്ങനെ പരത്തി വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രീസറിൽ ഒരു 15 മിനിറ്റോളം വയ്ക്കാം. നമുക്ക് അപ്പുറത്തിന് അടുത്ത റെസിപ്പി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഫ്രീസറിൽ ഇരിക്കട്ടെ, ഒരു 15 മിനിറ്റൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്കത് ബോൾസ് ആക്കിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ വെറൈറ്റി കബാബിലോട്ട് പോവാം. അതിനായിട്ട് 1/2 കിലോ ചിക്കൻ്റെ ഫില്ല് ക്രഷ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഒന്ന് ബ്ലെൻഡറിൽ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. എല്ലാം കുറേശ്ശെ എടുത്താൽ മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി ആ ക്രഷ് ചെയ്തതിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ല് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, പേസ്റ്റ് ആക്കി എടുക്കണ്ട കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലിപ്പം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വെള്ളത്തിൻ്റെ അംശം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിലോട്ട് ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് മലായി കബാബാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂണൊക്കെ മതി. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചേർക്കുക. എൻ്റെ അടുത്ത് ഉണ്ട്, പക്ഷേ ഞാൻ ചേർത്തില്ല, കാരണം ഇനി എല്ലായിടത്തും ചീസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട്. കുറച്ച് ബ്രെഡ് ക്രംസ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഒരു മാവിൻ്റെ പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസൊക്കെ ചേർത്ത് കൊടുക്കുക, കൂടുതലാവണ്ട കേട്ടോ. അതെല്ലാം കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് കമ്പൈൻ ചെയ്തെടുക്കുക. ഇതിലിപ്പം ഫ്രഷ് ക്രീം ഇല്ലാണ്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം, പക്ഷേ നമ്മളിപ്പം ഒരു മലായി കബാബ് ആയതുകൊണ്ടാണ് ഫ്രഷ് ക്രീം ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പ്ലേറ്റിൽ ഇതുപോലെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു മാവ് അതിൻ്റെ മുകളിൽ ആക്കി വെക്കാം. മാവല്ല, ചിക്കൻ്റെ ആ ഒരു ഡോ. എന്നിട്ട് ഇതുപോലെ പരത്തിയിട്ട് നമുക്ക് വീണ്ടും ഇതും ഫ്രീസറിൽ വെക്കാം കേട്ടോ. ഫസ്റ്റത്തെ കബാബിൽ നമ്മൾ ബ്രെഡോ മുട്ടയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. രണ്ടാമത്തെ കബാബ് മലായി കബാബാണ്, ചിക്കൻ മലായി കബാബാണ്. അപ്പോൾ അതിൽ നമ്മളിതൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതും ഫ്രീസറിൽ വെക്കട്ടെ. 2 ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം. എന്നിട്ട് നമ്മൾ ഇനി ഫ്രൈ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് സാധാരണയുള്ള നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇത് ഫ്രൈ ആക്കിയെടുക്കുക. ഫ്രൈ ആക്കാൻ ഒരുപാട് എണ്ണയൊന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഗ്രിൽ പാനിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈൻസ് വരാൻ വേണ്ടിയിട്ട് കേട്ടോ, എന്നാലേ കബാബിൻ്റെ ഒരു ലുക്ക് കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒരു ടേബിൾ സ്പൂണൊക്കെ ഓയിൽ മതിയാവും, അത്രയും വേണ്ട, കാരണം ചിക്കൻ തന്നെ എണ്ണ ഊറി വരും. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ കബാബ് ഇതാ ഈ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്യൂവറിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പിന്നെ 2 വ്യത്യസ്ത ഷേപ്പിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലല്ല, അതിനേക്കാൾ ഒരു ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഫ്രൈങ് പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രിൽ പാനിൽ വെച്ചിട്ടോ ഇതുപോലെ ഗ്രിൽ ചെയ്തെടുക്കുക. 2 വശവും കുക്ക് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഇത് ചിക്കനാണ്, അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വേവിക്കാത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് അകത്തൊക്കെ കുക്കായി കിട്ടണം. അപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ.
കട്ട്ലറ്റിൻ്റെ പോലെ വേഗം പോയിട്ട് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കരുത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത്യാവശ്യം കുക്ക് ചെയ്തെടുക്കാനുണ്ടാവും. ഒരു 10-15 മിനിറ്റ് അങ്ങനെ കുക്ക് ചെയ്തെടുക്കണം. അടച്ച് വെച്ചിട്ടാണെങ്കിൽ അതായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ ഭയങ്കര തിക്കായിട്ട് ചെയ്തെടുക്കണ്ട, അപ്പോൾ കുക്കാവാൻ കുറച്ച് പാടാവും. ഒരു ചെറിയൊരു തിക്നെസ്സിൽ ചെയ്തെടുത്താൽ മതി, വല്ലാണ്ട് തിന്നാക്കും ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ കബാബൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ്. അതുപോലെ തന്നെ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരുന്നൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം ഫ്രീസറിൽ ഇങ്ങനെ ആക്കി വെച്ചിട്ട് 1-2 ദിവസം വയ്ക്കാം, കൂടുതൽ വെക്കേണ്ട. കാരണം നമ്മളത് കുക്ക് ചെയ്യാത്ത സംഭവങ്ങൾ അതിൽ ചേർക്കുന്നത്. അപ്പം ഞാൻ ശരിക്കും തലേ ദിവസമൊക്കെ വെച്ചാൽ നെക്സ്റ്റ് ഡേ ഒക്കെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഇത് കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ 2 വശം കുക്കാക്കി എടുത്തിട്ടുണ്ട്. കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്രീൻ ചില്ലീസും റെഡ് ചില്ലീസും പിന്നെ കുറച്ച് ക്യാരറ്റും നീളത്തിൽ കട്ട് ചെയ്തും കൂടി ചേർത്തിട്ട് ലാസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ നോർമൽ ചിക്കൻ കബാബ് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ഇഫ്താർ സ്നാക്കായിട്ട് സെർവ് ചെയ്യാം. കാരണം ഇത് ഫ്രൈഡ് അല്ലാത്തൊരു സ്നാക്കല്ലേ, നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയും ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾക്ക് റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് കൊടുക്കാം. ഞാനത് മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ടൊമാറ്റോ റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഈ ഒരു കബാബ് വേറെ രീതിയിലായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയും സെർവ് ചെയ്യാം, സ്നാക്കായിട്ടും സെർവ് ചെയ്യാം, റൈസിൻ്റെ കൂടെയും കോമ്പിനേഷനായിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കബാബാണ്, നല്ല ടേസ്റ്റാണ്, നല്ല ഈസിയാണ്. ഇനി നമുക്ക് അടുത്തത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ മലായ് കബാബ് ഇതുപോലെ തന്നെ നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഫ്രീസ് ചെയ്താലേ നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന്. അപ്പം കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ സെയിം പാനിൽ തന്നെയാണ് ഇത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെ കരിഞ്ഞ ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് കബാബ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, പിന്നീട് രണ്ടാമത് ഉണ്ടാക്കുവാണെങ്കിൽ കേട്ടോ. അപ്പം ഇത് ഞാൻ സ്ക്യൂവറിലാണ് ചെയ്തെടുക്കുന്നത്. സ്ക്യൂവറിൽ കയ്യിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് സ്ക്യൂവറിൽ ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതും ഞാൻ മുമ്പ് ഷെയർ ചെയ്ത റെസിപ്പി തന്നെയാണ്. രണ്ടും കൂടി നമ്മളിപ്പം ഈ ഒരു വീഡിയോയിൽ ചെയ്തതേ ഉള്ളൂ. അപ്പം ഒരുപാട് മുമ്പ് ഞാൻ ചെയ്തൊരു റെസിപ്പിയാണ്. ഒരു 5 വർഷം മുമ്പ് എങ്ങാനും തോന്നുന്നു ഈ ഒരു കബാബ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ക്രീം അതുപോലെ ചീസൊക്കെ ചേർക്കുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ ചീസ് എല്ലാവർക്കും കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കുന്നില്ല. ചീസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ആ ഒരു മാവ് കുഴയ്ക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അത് കുക്ക് ചെയ്തെടുക്കാനും. പിന്നെ ഭയങ്കര തിക്കായിട്ട് കട്ടിയിൽ ഇത് ആക്കിയെടുക്കും ചെയ്യരുത് സ്ക്യൂവറിൽ. അപ്പോൾ അത് കുക്കാവാൻ കുറച്ച് പാടാവും കേട്ടോ, അകത്തൊക്കെ കുക്കാവാൻ പാടാവും. ഇതിൻ്റെ സൈഡ്സൊക്കെ കുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്ക്യൂവറിലായതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമാണ്. പിന്നെ സ്ക്യൂവർ എടുക്കുമ്പോൾ നിങ്ങൾ സ്ക്യൂവറിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഫ്രൈങ് പാന് കുറച്ച് വലുപ്പത്തിൽ ചെയ്തെടുക്കണം കേട്ടോ. വലിയ ഫ്രൈങ് പാൻ തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്യൂവറിൽ ഇത് ചെയ്തെടുക്കാൻ പറ്റില്ല. സ്ക്യൂവറില്ലെങ്കിൽ സാധാ കട്ട്ലറ്റിൻ്റെ രീതിയിൽ ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഫ്താർ സ്നാക്കായിട്ടും തയ്യാറാക്കാം, അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ടും കൊടുക്കാം കേട്ടോ. ഫ്രൈഡ് റൈസ്, ടൊമാറ്റോ റൈസ് അതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കബാബാണ്. ഇതും നിങ്ങൾക്ക് തലേ ദിവസമൊക്കെ റെഡിയാക്കിയിട്ട് നെക്സ്റ്റ് ഡേ വൈകുന്നേരമൊക്കെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഫ്രൈ ആക്കി എടുത്താലും മതി. ഒരുപാട് ദിവസം നമ്മൾ ഫ്രീസറിൽ എന്താണെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കാത്തതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും കബാബ് റെസിപ്പീസ് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്തതായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ജ്വല്ലറി റിവ്യൂ ആണ്. ഈ ഒരു വീഡിയോയിൽ 5 പേർക്ക് ഒരു ഗിഫ്റ്റ് കിട്ടുന്നുണ്ട്. അത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഷാർജ ഗോൾഡ് സെൻറ്ററിൻ്റെ അകത്തുള്ള നെക്സസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലോട്ടാണ്. ഇവിടെ ഇവർ ഒരു പുതിയൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെഗാലിയ എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. അപ്പം അത് മെയിൻലി ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി കളക്ഷൻസ് ആണ്. അപ്പോൾ ശരിക്കും നിങ്ങളത് കാണേണ്ട ഒരു ജ്വല്ലറി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ. അടിപൊളി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ആർക്കും വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ്. അതായത് 200 ദിറംസ് തൊട്ടിട്ടാണ് ഇവിടെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. അത്രയും നല്ല കളക്ഷൻസാണ് വരുന്നത്. കണ്ടോ, 3 ഗ്രാമിലും 2 ഗ്രാമിലും 1 ഗ്രാമിലൊക്കെ നല്ല അടിപൊളി ബ്രേസ്ലെറ്റ്സ് അവൈലബിൾ ആട്ടോ. അപ്പം സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആവുന്ന കുറേ കളക്ഷൻസ്, ലൈറ്റ് വെയ്റ്റിൽ പ്രത്യേകിച്ച് അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ 200 ദിറംസിലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഗോൾഡിൻ്റെ. 200 ദിറംസിൽ തന്നെ നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ.
ഇനി മേക്കിംഗ് ചാർജ്, അതായത് പണിക്കൂലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഏത് ജ്വല്ലറി എടുത്താലും ഏത് ഗോൾഡ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് 50% ഓഫ് ഉണ്ട് പണിക്കൂലിയിൽ കേട്ടോ. അതിപ്പം ഓഫറാണ്. കൂടാണ്ട് 0% മേക്കിംഗ് ചാർജ് വരുന്ന ഓർണമെൻറ്റ്സ് ഉണ്ട് കേട്ടോ. അതായത് 22 ക്യാരറ്റിലും 24 ക്യാരറ്റിലും ഉണ്ട്. അത് സെലക്റ്റഡ് ഐറ്റംസിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ശരിക്കും ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയും. ഞാൻ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എനിക്ക് എന്താ പറയുക, മൊത്തത്തിൽ നമ്മൾ കൊടുത്താൽ നിങ്ങൾക്ക് ബോറടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരുപാട് കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ ബാംഗിൾസൊക്കെ നല്ല സിമ്പിളാണ്, നല്ല എലഗൻ്റാണ്, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വരുന്നതുമാണ്. കൂടാണ്ട് അടുത്ത ഓഫർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് 100% ക്യാഷ് ബാക്കും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഓർണമെൻറ്റ്സും ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഹർ അങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് മഹറൊക്കെ സെറ്റാക്കി കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ഇവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ചെറിയ കുട്ടികളുടെ കളക്ഷൻസാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള, അതും ചെറിയ ഗ്രാമിൽ വരുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ കുട്ടികളുടെ കളക്ഷൻസ് ഉണ്ട്. ശരിക്കും ഞാൻ ജ്വല്ലറി അങ്ങനെ ഒരുപാടൊന്നും നോക്കി നിൽക്കാറൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ആ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് ഉണ്ടല്ലോ, അത് കണ്ടപ്പം ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കളക്ഷൻസ് ഉണ്ട്. അത് ഞാൻ വീണ്ടും പറയാൻ കാരണം നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസൊക്കെ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഒന്ന് വന്ന് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ ഇതൊക്കെ ആംഗ്ലറ്റ്സ് ആട്ടോ, അതായത് പാദസരം, നല്ല ഭംഗിയുള്ള പാദസരങ്ങളാണ്. ഞാനിത് എന്തായാലും വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനിതുവരെ പാദസരം അങ്ങനെ യൂസ് ചെയ്യാത്ത ഒരാളാണ്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത്. പിന്നെ ഇതാ നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വരുന്ന നല്ല നെക്ലേസുകളൊക്കെ ഉണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടുത്തെ ഓണറിൻ്റെ, ഈ ജ്വല്ലറിൻ്റെ ഓണറിൻ്റെ വൈഫാണ് ഇപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ ഈ ജ്വല്ലറി കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഇവിടുത്തെ ഓണറിൻ്റെ വൈഫാണ്. പിന്നെ വേറൊരു പാർട്ട്ണറുടെ വൈഫും കൂടി വീഡിയോയുടെ ലാസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ജ്വല്ലറി കളക്ഷൻസ് കാണിക്കുന്ന തിരക്കിൽ ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വിട്ടുപോയതാട്ടോ, സോറി. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ കണ്ടോ, ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൽ വരുന്ന മാലകളൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും നമ്മൾ ആർക്കെങ്കിലും ഗോൾഡൊക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് ഇവിടുത്തെ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസൊക്കെ വരുന്നത്. 200 ദിറംസ് തൊട്ടിട്ടാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ്. പിന്നെ 22 ക്യാരറ്റിലും 18 ക്യാരറ്റിലൊക്കെയാണ് ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് വരുന്നത് കേട്ടോ. നല്ല അടിപൊളി റിങ്ങുകളൊക്കെ ഉണ്ട്. ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. വേറൊരു അടിപൊളി ഗിഫ്റ്റും കൂടി ഉണ്ട്. അതായത് ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നുള്ളത്. 5 പേർക്കാണ് ഗിഫ്റ്റ് ലഭിക്കുന്നത്. അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട ശേഷം ഈ ജ്വല്ലറിയിൽ വന്നിട്ട് 5000 ദിറംസിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ 5 പേർക്ക് അവർ ഫ്രീ ആയിട്ട് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗോൾഡ് കോയിൻ മിസ്സാക്കണ്ട. ഗോൾഡൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വന്ന് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വേറൊരു പാർട്ട്ണറുടെ വൈഫും കൂടി വന്നിരുന്നു എന്ന്, അവരാട്ടോ ഇവർ. അപ്പോൾ ഇവരൊക്കെ കണ്ടതിലും ഒരുപാട് സന്തോഷം. നമ്മുടെ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും ഒക്കെയാണ് ഇവർ. അപ്പം ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾ ഓഫേഴ്സ് മിസ്സാക്കണ്ട, ഗോൾഡ് കോയിൻ്റെ കാര്യം മറക്കണ്ട. എല്ലാവരും വരിക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.